ഇപ്പോൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി അംഗം ശ്രീനിവാസ് ചേരുകയാണ്. ശ്രീനിവാസ്, മലബാർ ദേവസ്വം കമ്മീഷണറുടെ വിചിത്ര ഉത്തരവ് താങ്കളും കണ്ടിരിക്കുമല്ലോ. അതായത് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് അവരുടെ ചിലവൊക്കെ ക്ഷേത്ര ഫണ്ടിൽ നിന്ന് വഹിച്ചോളാം എന്നുള്ള ഒരു ഉത്തരവാണ്. എങ്ങനെയാണ് കാണുന്നത്? ഇത് വളരെ നീചമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. എന്താ വെച്ചാൽ മലബാറിലെ ക്ഷേത്രം ജീവനക്കാർക്ക് ശമ്പളം പോലും 1.5 കൊല്ലം 2 കൊല്ലം കിട്ടുന്നില്ല. കണക്ക് കൊടുത്ത് അത് കിട്ടിയാൽ തന്നെ 70% കിട്ടുന്നുള്ളൂ. അപ്പം പിന്നെ ലീവും കാര്യങ്ങളും ഇല്ലാത്തവർ ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് ബദൽ സംവിധാനവും ഒക്കെ പോലെ ഇതൊക്കെ വന്നാൽ ചെയ്യുന്നത്. അതുപോലും പിന്നെ ഹൈക്കോടതി സ്വന്തം എടുത്ത് വിധിച്ച് സുപ്രീം കോടതി ശരിവെച്ച വിധി മാനിക്കുന്നില്ല. 31 വർഷമായി അത് വിധിച്ചിട്ട്. അതിപ്പോൾ മഷി ഉണങ്ങുന്നതിന് മുമ്പേ ശബരിമല ചെയ്തപ്പോൾ ഈ വിഷയത്തിൽ അവർക്ക് താല്പര്യമില്ല. മലബാർ പിന്നെ കേരളത്തിലല്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. കേരളം ഇന്ത്യയിലല്ലേ എന്ന് പറയുന്ന പോലെ അത്രയും നീചമായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ എന്നിട്ട് പോലും സാമ്പത്തികം പിന്നെ നമ്മളെ ക്ഷേത്രങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് നിരക്കുന്നത്. അതുപോട്ടെ, ഒരു നിയമനിർമ്മാണത്തിലൂടെ കേരളത്തിൽ ഒരുപോലെ ഏകീകരിക്കാൻ പറ്റുന്ന കാര്യം പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ സംഗമം നടത്തുന്നത് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നതാണെന്നാണ്. അവിടെ 5 പൈസ വരുന്നതിന് എന്താ കുഴപ്പമെന്നാണ് ചോദിച്ചത്. അപ്പൊ അവിടെ മാത്രം പൈസ മതി, എവിടെ ക്ഷേത്രം പൂട്ടിപ്പോയാലും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു ഫണ്ട് എടുത്ത് മറ്റൊരു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തൊട്ടടുത്ത ക്ഷേത്രം പൂട്ടുമ്പോൾ പോലും മറ്റു ക്ഷേത്രങ്ങൾ ഇങ്ങനെ ആർഭാടപരമായിട്ട് ഇങ്ങനെ ലാവിഷായിട്ട് ഈ പൈസ എടുത്തിട്ട് ദൂർത്തടിക്കുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടമാണ്. ഒരു ഗ്രൂപ്പിൽ പോലും എടുക്കാൻ പറ്റുന്ന ഒരു നിയമമാണ്. അതൊന്നും ചെയ്തുകൂടാ. അതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കമ്മീഷണറും ബോർഡും ഒക്കെ ഈ ദൂരത്തിന് കൂട്ടുവെക്കുക. അതും ശബരിമലന്റെ കാര്യത്തിൽ, വേറൊരു ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ. അത് സത്യത്തിൽ ഇതല്ല, സർക്കാർ പേടിപ്പിച്ചിട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ പോകുന്നത്. ഈ ജീവനക്കാരന്റെ ശമ്പളം കിട്ടാത്ത അർദ്ധപട്ടിണിക്കാർ പേടിച്ചിട്ടാണ് പോകുന്നത്. അവർ പറഞ്ഞു നമ്മളിത് പറയുമ്പോൾ എന്താ ചെയ്യുക, പേടിച്ചിട്ട് പോവുക. നമ്മൾ നിയമപരമായിട്ട് ഇത് ചോദ്യം ചെയ്യും. ഇതെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടപ്പിക്കുക തന്നെ ചെയ്യും. അത് നിയമപരമായിട്ടും നമ്മൾ നീങ്ങുന്നുണ്ട്. അതിന് നമ്മളെ കോർഡിനേഷന്റെ ഭാരവാഹികൾ അത് കോടതിയിൽ ചോദ്യം ചെയ്യും. എന്തായാലും ഇത് ചെയ്ത ചെറ്റത്തരം തന്നെ പറയാം. ഇതിൽ എന്താ വെച്ചാൽ ഇത് നമ്മുടെ അനുഭവങ്ങൾ അറിഞ്ഞാൽ ഇതൊരു പിന്നെ മദ്രാസ് നിയമം പോലും മാറ്റാണ്ട് ഈ തൊഴിലാളി സ്നേഹം പറയുന്ന ഈ സർക്കാർ എല്ലാം പുരോഗമനാത്മക നിയമങ്ങളും ചെയ്യുന്നു മേനി കാണിക്കുന്ന ഇത് കേരളമാണെന്നൊക്കെ പറയുന്ന ഈ സംസ്ഥാനത്തല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? ഇത്രയും കടമ്പ കടന്ന് ഒരു ഓർഡിനൻസ് പോലും ലാപ്സാക്കിയത്, കോടതി പറഞ്ഞിട്ട് അത് ലാപ്സാക്കിയത്, ഹിതപരിശോധനയിലും വന്ന് കോടതി മനസ്സോടെ കൊടുത്ത ഹിതപരിശോധന പോലും അത് അട്ടിമറിച്ച് 2,59,000 അഭിപ്രായങ്ങൾ അനുകൂലമായപ്പോൾ 1000 എതിരായിട്ട് അതുപോലും അട്ടിമറിക്കുന്ന ഒരു സംവിധാനത്തിൽ ഇത് വളരെ നീചമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എന്തോ അവരെ ദോഷം തീരാനാണെങ്കിൽ അന്ന് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ? അഫിഡവിറ്റ് മാറ്റുകയും എല്ലാം കംപ്ലീറ്റ് കുത്തഴിച്ച് ഭക്തന്മാരെ അടിച്ച് ഇതാക്കി അത് ഒരു വല്ലാണ്ട് അത് എന്തോ ചെയ്തേ തീരും എന്നുള്ള വാശിയിൽ മഷി ഉണങ്ങുമ്പോൾ ചെയ്യുമ്പോൾ ഈ ഒരു വിധി കണ്ടില്ലെന്നടിക്കുക. അത് സ്വന്തം എടുത്തിട്ട് സോമോട്ടോ എടുത്ത് ഹൈക്കോടതി സുപ്രീം കോടതി ശരിവെച്ച വിധി മാനിക്കാണ്ട് അതൊരു ലോബിക്ക് വേണ്ടി. അത് സർക്കാരിന് ബാധ്യതയുണ്ട്. ക്ഷേത്രങ്ങളുടെ ഇത് കൊടുക്കാൻ മൈനർ സ്വത്താണ്, അത് കൊടുക്കാൻ ബാധ്യതയുണ്ട്. എന്നാലും ഖജനാവ് കാലിയാണെങ്കിൽ ഇത് നിയമമാറ്റത്തിലൂടെ മലബാറിലെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതെന്താ കേരളത്തിലല്ലേ എന്ന് നമുക്ക് ചോദിക്കാം. അത്ര പോലും പഴയ നിയമം കൊണ്ട് ക്ഷേത്ര ജീവനക്കാരെ അർദ്ധപട്ടിണിയിലും ക്ഷേത്രങ്ങൾ പൂട്ടിപ്പോകുന്ന ഘട്ടത്തിലും ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിൽ പെട്ട ക്ഷേത്രങ്ങൾ പൂട്ടിപ്പോകുമ്പോൾ നോക്കുന്നില്ല, പോട്ടെ. അതിന്റെ കീഴിലുള്ള ചെറുക്കൽ കോവില ക്ഷേത്രങ്ങൾ തന്നെ പൂട്ടി പോകുമ്പോൾ വരുമാനമുള്ള മാടായി തിരുവർക്കാട്ടുകാവ് പോലത്തെ ക്ഷേത്രങ്ങളെ അവർ വേറെ തരത്തിലാണ് കാണുന്നത്. അവിടുത്തെ സ്ഥലത്തിന്റെ ഒക്കെ പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ പലതരത്തിലും ക്ഷേത്ര സ്വത്ത് നഷ്ടപ്പെടുത്തുക, അത് മറ്റു രീതിയിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അങ്ങനെ വളരെ നീചമായിട്ട് അതിന് നമ്മൾ നിയമപരമായിട്ട് തന്നെ ചോദ്യം ചെയ്യും. അത് പോകുന്നുണ്ട്. അതെ, വളരെ നന്ദി ശ്രീനിവാസ പ്രതികരിച്ചതിന്.